സാധ്യത. അവൻ എന്നോട് ഒരു പരിചയം പോലും ഇല്ലാഞ്ഞിട്ട് പോലും അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു. കുഞ്ഞുമോനാണ്, ഇതൊന്നും KG എങ്ങാനും ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, സ്കൂള് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മദ്രസ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായം ആ കുട്ടിയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൻ്റെ രൂപപ്പെടലാണ് ആ കുട്ടി അങ്ങനെ സലാം പറയാൻ കാണിച്ചിട്ടുള്ളത്. നേരത്തെ ഹുദവി സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത് വെറും സംസാരമല്ല. നമ്മളെ കുട്ടികളെ എങ്ങനെ ആത്മീയമായി സംസ്കരിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായ മാർഗദർശനങ്ങൾ അൽബിർ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കൊച്ചുമകൻ അങ്ങനെ അല്ലേ. ഒരു സലാം കൊണ്ടെങ്കിലും, ഒരു സദക്ക, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു സദക്ക കൊടുക്കണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് ഒരു കുട്ടിയിലേക്ക് പകർന്നിട്ടുണ്ട് എങ്കിൽ, എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മളെ മക്കളെ കൊണ്ട് സ്വാലിഹാക്കണേ എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് ഈ പരലോക ജീവിതവും ഈ ദുനിയാവും ഒക്കെ എനിക്ക് നന്മ പ്രകാശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സർവ്വലോക രക്ഷിതാവ് അതിൻ്റെ തക്കതായ പ്രതിഫലം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നൽകട്ടെ. ആമീൻ. ഈ തരത്തിൽ ഇന്ന് നമ്മൾ ഫെസ്റ്റിവൽ ഓഫ് ലിറ്റിൽ സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നക്ഷത്രങ്ങളാണ്, ആണ് ലിറ്റിൽ സ്റ്റാർസ്. ആ കുഞ്ഞുങ്ങളിൽ കാണുന്ന നക്ഷത്ര ശോഭ എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളാണ്. നമ്മളെ മക്കളുടെ കണ്ണുകളിലേക്ക് ദിവസവും ഒരു നേരമെങ്കിലും നോക്കണം എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിനോടും നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. കാരണം ഒരു പുതിയ കാലത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു വീട്, അതിൽ ഒരു ഇടം അല്ലെങ്കിൽ ഒരു മുറി, അവിടെ ഉപ്പയും ഉമ്മയും മക്കളും വല്യപ്പയും വല്യമ്മയും ചേർന്നിരുന്ന് സംസാരിക്കുന്ന ഒരു അകത്തളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് കൊലായിലാവാം, ചിലപ്പോൾ വരാന്തയിലാവാം, ചിലപ്പോൾ ഭക്ഷണമുറിയിലാവാം, ചിലപ്പോൾ അടുക്കളയിലാവാം, ചിലപ്പോൾ ബെഡ്റൂമിലാവാം, ചിലപ്പോൾ മുറ്റത്തൊരു കോണിലാവാം. പക്ഷേ ഇന്നത്തെ കാലത്ത് 4 പേരുണ്ടെങ്കിൽ അത് 4 ഇടങ്ങളിലേക്കായി മാറിയിരിക്കുക. എല്ലാവരും കൂടി ഒത്തിരിക്കുന്നതിന് പകരം 4 ആളുടെ കയ്യിലും 4 ഡിവൈസുകളും ഉണ്ടാവും, 4 ഫോണുകളും ഉണ്ടാവാം. ആ തരത്തിലേക്ക് പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ഇടകലരാതെയും നമ്മളുടെ കുടുംബങ്ങളെ വേർപിരിഞ്ഞിരിക്കുന്നതാണ് പല അകത്തളങ്ങളിലും ഇന്ന് കാണുന്നത്. അതിൻ്റെയൊക്കെ പോരായ്മ നമ്മൾ കുടുംബങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ കൈൻഡ്നെസ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് നമുക്ക് കാണാവുന്നതിലേറെ. അതുകൊണ്ടൊക്കെ തന്നെ കൗൺസിലിംഗ് സെൻ്ററുകളിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റാതായിരിക്കുന്നു, നമ്മളെ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാതായിരിക്കുന്നു. മൂന്നാമതൊരാളുടെ സഹായമില്ലാതെ എൻ്റെ കുട്ടിയെ എനിക്ക് ഉപദേശിക്കാൻ കഴിയില്ല, എൻ്റെ കുട്ടിയെ നേർവഴിക്ക് നടത്താൻ എനിക്ക് കഴിയില്ല. എന്തിന്? ഒരു 6 വയസ്സ്, ഒരു 7 വയസ്സ്, 8 വയസ്സാവുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കുട്ടി നമ്മളോട് തിരിച്ചു പറയാണ്, ഉമ്മയ്ക്ക് വിവരമില്ല, ഉപ്പയ്ക്ക് വിവരമില്ല, ഇത് തള്ള വൈബാണ്, ഇത് തന്ത വൈബാണ് എന്ന് പറയുന്ന മക്കളോട് സംസാരിക്കാൻ എനിക്കും നിങ്ങൾക്കും പേടിയായിക്കൊണ്ടിരിക്കുക. കാരണം കാലത്തെ അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളുടെ കുട്ടികളെ കൊണ്ട് ഈ സമീപകാല വർത്തമാന ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുക. അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആ തരത്തിലാണ്. എൻ്റെ വീട്ടിലുള്ളതല്ല ഹാപ്പി എന്നുള്ളതാണ്, എൻ്റെ വീട്ടിലുള്ളതല്ല കൈൻഡ്നെസ് എന്നുള്ളതാണ്. ഞാൻ 1 മിനിറ്റ് കൊണ്ട് കാണുന്ന റീൽസിലുള്ളത് മാത്രമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ റീൽസിൽ കാണുന്ന ഉപ്പയും ഉമ്മയുമാണ് ശരിക്കുള്ള ഉപ്പയും ഉമ്മയും. എൻ്റെ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഇടപെടലുകളല്ല ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ആ കുട്ടിയെ പിടിച്ചിരുത്തി ഇതല്ല ജീവിതമെന്നും
ഇതല്ല ഒരു ഇസ്ലാമിക വീക്ഷണത്തിലുള്ള ചുറ്റുപാട് എന്നുള്ളതും പറഞ്ഞു കൊടുക്കാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുന്നു, അല്ലെങ്കിൽ കഴിയണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളെയൊക്കെ ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചിരുത്തിയിട്ടുള്ളത്. നമ്മളെ കുഞ്ഞുങ്ങൾ നമുക്ക് പടച്ച റബ്ബ് തന്നിട്ടുള്ള പിഞ്ചോമനകളായ നക്ഷത്ര കണ്ണുകളുള്ള കുഞ്ഞുങ്ങളെ നല്ല ഭൗതിക ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് വളർത്താൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നു. മാത്രമല്ല ഇവിടെ അധ്യാപകർക്കുള്ള പരിശീലനം കൂടി നടക്കുന്നതായിട്ടാണ് ഈ ഒരു ബ്രോഷർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അധ്യാപക പരിശീലനങ്ങൾ കൂടി കഴിഞ്ഞിറങ്ങുന്ന അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് നല്ല ചില സംഭാവനകൾ നൽകാൻ കഴിയും. വരുന്ന തലമുറയെ നല്ല രീതിയിൽ ശിക്ഷണം കൊടുത്തുകൊണ്ട് വാർത്തെടുക്കാൻ കഴിയുന്ന നല്ല അധ്യാപകരുടെ ശിക്ഷണം ഈ സ്ഥാപനത്തിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമ്മളിരിക്കുന്നത് ഒരു പ്രസംഗം കേൾക്കാനല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലിറ്റിൽ സ്റ്റാർസിൻ്റെ അങ്കണത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് അവരുടെ സന്തോഷങ്ങളും കളികളും ചിരികളും ഡാൻസും പാട്ടും ഒക്കെ കാണാൻ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഒരു പ്രസംഗം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികളെയും നമ്മളെയും ഒക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സ്വാലിഹായ മക്കളാക്കി വളർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നുച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമ്മോട് സംവദിക്കാൻ ഖാലിദ് കുട്ടി സാഹിബ് അവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആലി ഹാജി, ഈ മഹത്തായ യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ താനൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ നസ്ല ബസീർ, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുവാൻ ഹാജി, നമ്മുടെ കൗൺസിലർ അഷ്റഫ്, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ അൽബീർ സ്കൂൾ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഇസ്ലാമുൽ അറബി കോളേജിൻ്റെ കീഴിൽ നടത്തുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും. കാരണം ഈ പ്രസ്ഥാനം ഈ ഇസ്ലാമുൽ അറബി കോളേജ് കെട്ടിപ്പടുത്തിട്ടുള്ളത് മഹാനായ പണ്ഡിതനായ വാങ്ങിൽ അഹമ്മദ് കുട്ടികൾ മുസ്ലിയാരുടെ കരങ്ങളിലാണ് ഈ സ്ഥാപനം കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിൻ്റെ കീഴിലാണ് അൽബിർ HSM സ്കൂള് പോലത്തെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളെ കുട്ടികൾ ഇത്തരം സ്ഥാപനത്തിൽ പഠിച്ച് വളർന്നു വന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ച് വളരണം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ വളരെയധികം വൈകേടിലായിപ്പോകും. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഇത്രയും സ്ഥാപനത്തിൽ ചേർത്ത് നല്ല രൂപത്തിൽ ഭൗതിക മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് നമ്മളെ രക്ഷിതാക്കളുടെ കടമയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അബ്ദുമോൻ ഹാജി സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയം നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ അലി ഹാജി, സ്വാഗതം ആശംസിച്ച നമ്മളെ ഹുദവി, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ചെയർപേഴ്സൺ, മറ്റ് ഖാലിദ് കുട്ടിയാക്ക, നമ്മളെ ഇവിടുത്തെ മെമ്പർ, മറ്റ് രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും എനിക്ക് പറയാനുള്ളതൊക്കെ ആദ്യം തന്നെ നമ്മളെ സ്വാഗത പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് അതിന് ശേഷം നമ്മളെ ചെയർപേഴ്സൺ പറഞ്ഞു. അപ്പോൾ കൂടുതൽ സംസാരിച്ചു കൊണ്ടൊന്നുമില്ല, സമയം കളയുന്നില്ല. ഈ പരിപാടി അൽഹംദുലില്ലാഹ് അള്ളാഹു റാഹത്താക്കി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമ്മളെ മക്കളെ നല്ല ദുനിയാവിനും ആഖിറത്തിനും ഗുണം ചെയ്യുന്ന മക്കളാക്കി മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കണം. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഷ്റഫ് സാഹിബ് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും. എത്രയും ബഹുമാനപ്പെട്ട ഈ വേദിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഹാലിയാജി, പ്രിയപ്പെട്ട സുഹൃത്ത് സാദിഖ് ഫൈസി, കൂടുതലൊന്നും പ്രസംഗിക്കാനില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.